ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. തുടർച്ചയായ 2 തോൽവികൾ നേരിട്ടുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത എവേ മാച്ചിന് ഇറങ്ങാൻ പോകുന്നത്. ISL രണ്ടാം ഫേസിലെ ആദ്യ പോരാട്ടത്തിൽ എവേ മത്സരത്തിൽ ഒഡീഷ FC-യോട് 1-2 ഗോളുകൾക്ക് തോൽക്കുകയും രണ്ടാമത്തെ സ്വന്തം തട്ടകമായ കൊച്ചിയിൽ നടന്ന ഹോം മാച്ചിൽ പഞ്ചാബ് FC-ക്കെതിരെ പോയിന്റ്സ് ടേബിളിൽ 11ാം സ്ഥാനക്കാരായിട്ടുള്ള ദുർബലരായ പഞ്ചാബ് FC-ക്കെതിരെ 1-2 ഗോളുകൾക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ തിങ്കളാഴ്ച പരാജയപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ എല്ലാം ക്ഷീണങ്ങൾ തീർത്തുകൊണ്ട് വെള്ളിയാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അടുത്ത പോരാട്ടത്തിന് ഇറങ്ങാൻ പോവുകയാണ്. എവേ മത്സരത്തിൽ കേരളം ഇതുവരെയും ജയം കുറിക്കാത്ത ചെന്നൈയിലെ തമിഴകത്തിൻ്റെ ഹൃദയഭൂമിയായ ചെന്നൈയിലെ മറീന അരീനയിൽ ചെന്നൈയിൻ FC-യാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. ISL ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു മത്സരത്തിൽ പോലും, അതായത് ഒരു ഹോം മത്സരത്തിൽ പോലും ചെന്നൈയിൻ FC-യുടെ തട്ടകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ചെന്നൈയെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു റെക്കോർഡ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേരിലുണ്ട്. അതെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് തിരുത്തി കുറിക്കേണ്ടത് വളരെ അനിവാര്യമായ സന്ദർഭമാണ് നിലവിലുള്ളത്. ISL ആദ്യമായി ലീഗ് ഷീൽഡ് നേടണമെന്ന ആഗ്രഹത്തോടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ISLൻ്റെ ഈ ഒരു സീസണിൽ കളിക്കാനിറങ്ങിയത്. മികച്ച ടീമുണ്ടായിട്ടും ആദ്യ ഫേസിൽ വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു കേരളത്തിൻ്റെ കൊമ്പന്മാർ കാഴ്ചവെച്ചത്. എന്നാൽ നിരന്തരമായ താരങ്ങൾ പരിക്കേറ്റ് പുറത്തായപ്പോഴും അവർക്ക് വേണ്ട റീപ്ലേസ്മെൻറ്റുകൾ കൊണ്ടുവന്ന ISL രണ്ടാം ഫേസിലേക്ക് എത്തുമ്പോൾ കളിച്ച 2 മത്സരങ്ങളിലും തോൽവിയോടുകൂടിയാണ് ഇവാൻ വൊക്കമനോവിച്ചിൻ്റെ സംഘം ISL രണ്ടാം പകുതി തുടങ്ങിയിട്ടുള്ളത്. ഡിഫൻസിലാണ് മെയിനായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ പോരായ്മകൾ അലയടിച്ച് കാണുന്നത്. മിലോസ് ഡുൻസിച്ചും മാർക്കോ ലസ്കോവിച്ചും ഹോറിംപാം റൂവയും പ്രീതം കോട്ടാലുമൊക്കെ അടങ്ങുന്ന മികച്ച ഡിഫൻസ് നിരയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ 2 മത്സരത്തിലും പരാജയം എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടാം പകുതിയിൽ ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രധാനപ്പെട്ട വിള്ളലുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയത്തിലേക്ക് തള്ളിയിട്ടത്. നിലവിൽ പോയിന്റ്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ 14 മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് 26 പോയിൻറ്റുമായി 3-ാം സ്ഥാനത്താണ്. 31 പോയിൻറ്റുമായി ഒഡീഷ FC-യും 28 പോയിൻറ്റുമായി FC ഗോവയുമാണ് കേരളത്തിൻ്റെ മുന്നിലുള്ളത്. ചെന്നൈയിൻ FC വരികയാണെങ്കിൽ 13 മത്സരങ്ങൾ കളിച്ച ചെന്നൈ 12 പോയിൻറ്റുമായി 11ാം സ്ഥാനത്താണ് നിലവിൽ ISL മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള ചെന്നൈയിൻ FC. അതോടൊപ്പം തന്നെ ചെന്നൈ നമുക്ക് എടുത്ത് തള്ളാൻ പറ്റുന്ന ഒരു ടീം തന്നെയല്ല. അപ്പോൾ പഞ്ചാബ് FC-യുടെ കാര്യം പറയുകയാണെങ്കിൽ 11ാം സ്ഥാനക്കാരായിട്ടായിരുന്നു അവർ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ എത്തിയത്. അതും കേരളത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ ISL ഈ സീസണിൽ കളിച്ച 7 ഹോം മത്സരങ്ങളിൽ 7ലും വിജയിച്ചുകൊണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് 7ലും പരാജയം അറിയാതെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെ നേരിടാൻ എത്തിയത്. എന്നാൽ 8ാം റൗണ്ട് പോരാട്ടത്തിൽ 1-3 ഗോളുകൾക്കായിരുന്നു പഞ്ചാബ് കേരളത്തെ അന്ന് തകർത്തുവിട്ടത്. അതിനാൽ തന്നെ ചെന്നൈയിൻ FC-യെയും എഴുതി തള്ളാൻ ഇവാൻ വൊക്കമനോവിച്ച് മനസ്സിൽ ആലോചിക്കത്ത് പോലും ഉണ്ടായില്ല. ISL ഈ ഒരു സീസണിലെ സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരങ്ങളിൽ 1ാം സ്ഥാനത്തുള്ളത് ചെന്നൈയിൻ FC-യുടെ ബ്രസീലിയൻ മിഡ്ഫീൽഡർ ആയിട്ടുള്ള റാഫേൽ ക്രിവല്ലറയാണ്. 5 അസിസ്റ്റുകളാണ് താരം ഇതുവരെ സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജോർഡാൻ മൊറയൊക്കെ അടങ്ങുന്ന അറ്റാക്കിംഗ് സംഖ്യവും കോണോർ ഷീൽഡ്സൊക്കെ അടങ്ങുന്ന മധ്യനിരയും ചെന്നൈയിൻ FC-യെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആണെങ്കിൽ പോലും പോയിന്റ്സ് ടേബിളിൽ 11ാം സ്ഥാനത്താണ് ഓവൻ കോഹ്ലിൻ്റെ സംഘം. എന്നിരുന്നാലും വെള്ളിയാഴ്ച ചെന്നൈയെ നേരിടാൻ അവരുടെ തട്ടകമായ മറീന അരീനയിൽ കേരളത്തിൻ്റെ കൊമ്പന്മാർ ഇറങ്ങുമ്പോൾ ഇതുവരെയും ചെന്നൈ മറീന അരീനയിൽ ഒരു വിജയം പോലും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന റെക്കോർഡും കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിലേക്ക് വണ്ടി കയറിയിട്ടുള്ളത്. അതിനടുത്ത് തന്നെ അതൊക്കെ പഴങ്കഥകളാക്കേണ്ടത് ഇവാൻ വൊക്കമനോവിച്ചിൻ്റെ സംഘത്തിന് മുന്നോട്ടുള്ള പോക്കിന് വളരെ അടിത്തറ പാകേണ്ടത് വളരെ അനിവാര്യം തന്നെയാണ്. അങ്ങനെ കാത്തിരുന്ന് തന്നെ കാണാം ചെന്നൈയുടെ തട്ടകത്തിൽ ആദ്യ വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കുമോ, അതോ ISL രണ്ടാം ഫേസിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ തുടർ പരാജയങ്ങളുടെ കഥ വീണ്ടും തുടരുമോ? കാത്തിരുന്ന് തന്നെ കാണാം. കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് ചെന്നൈയിൻ FC. The Southern Derby is waiting for us.